2012 ജൂൺ 16 നാട്ടുപച്ചപ്പും ഹരിതാപവും കൊണ്ടൊക്കെ നിറഞ്ഞ പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയോരം. ദൈനംദിന ആവശ്യങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കുമായി നാട്ടുകാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ അടുത്തുള്ള ഏതോ ഒരു പൊന്തയിൽ നിന്നും എന്തോ ഒരു ദുർഗന്ധം പരക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അവിടുത്തെ ആളുകളോട് പറയുന്നത്. റിയാസുദ്ദീൻ എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. തുടർന്ന് ആ ചെറുപ്പക്കാരന്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള പൊന്തകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ അവിടുത്തെ ആളുകൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച സമയത്ത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു കാഴ്ച അവിടുത്തെ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞു. മരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ അഴുകി തുടങ്ങിയ ഒരു പുരുഷന്റെ മൃതദേഹമാണ് അവർക്ക് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. തൃശ്ശൂര് പാലക്കാട് അതിർത്തിയിലുള്ള തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് ഉടനെ റിയാസുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവരം അറിയിക്കുകയാണ്. സാർ, ഇത്തരത്തിൽ ഭാരതപ്പുഴയോരത്തു നിന്നും ഒരു ചീഞ്ഞളിഞ്ഞ മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഒരു പുരുഷന്റേതാണെന്ന് തോന്നുന്നു. മരിച്ചിട്ട് ദിവസങ്ങളോളം ആയതുപോലെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടത്തേക്ക് വരണം. പോലീസ് വണ്ടി പെട്ടെന്ന് പാഞ്ഞു വരികയാണ്. സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്താൻ തയ്യാറായി. മൃതദേഹം പരിശോധിച്ച സമയത്ത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ് മരിച്ചിട്ട് ദിവസങ്ങളോളം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റനോട്ടത്തിൽ ഇതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല, വിശദമായ DNA പോലെയുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇതാരാണെന്നുള്ള രീതിയിലുള്ള വ്യക്തമായ എന്തെങ്കിലും ക്ലൂ ലഭിക്കുകയുള്ളൂ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടി വ്യക്തമാവുകയാണ്. ഇത് ഒരു അതിദാരുണമായ കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. നെഞ്ചിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിപ്പാടുകൾ, കുപ്പികൊണ്ട് തലക്കടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ചോര വാർന്നു പോയിട്ടാണ് മരണം. അതിക്രൂരമായ പരിക്കുകളാണ് ആ ശരീരം മുഴുവൻ. അതിക്രൂരമായ കൊലപാതകം ആ രാത്രിയിൽ ഭാരതപ്പുഴയുടെ ഓരത്ത് വെച്ച് ആരായിരിക്കാം ഈ ചെറുപ്പക്കാരനെ കൊന്നിട്ടുണ്ടാവുക? ആരാണ് ഈ വ്യക്തി? ആരാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ക്രൂരമായി വധിച്ചിരിക്കുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസിന്റെ അന്വേഷണം കേരളത്തിൽ നിന്ന് മാറി ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് ജോലിക്കെത്തിയ അതിഥി തൊഴിലാളികളുടെ അടുത്തേക്ക് വരെ നീളുന്നു. ഒടുവിൽ പോലീസ് ആ മരണപ്പെട്ട ആളെ തിരിച്ചറിയുകയാണ്. ഒഡീഷയിലുള്ള റായ്ഗഡ് സ്വദേശിയായ വിക്രം നായിക് എന്ന് പറയുന്ന യുവാവായിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിപ്പെട്ടു വന്നത്. ഈ യുവാവിനെ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 2 ഒഡീഷക്കാരായ യുവാക്കൾ തന്നെയാണ് കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. ഈ ക്ഷണിച്ച യുവാക്കളുടെ പേര് ലക്ഷ്മൺ എന്നും മറ്റൊരു ഒഡീഷക്കാരനായ കമ്മീഷൻ ബാഗ് എന്നിങ്ങനെയായിരുന്നു. വളരെ നാളുകളായി പാവപ്പെട്ട ഒരു കുടുംബത്തിൽ താമസിക്കുന്ന വിക്രമിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു താൻ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യണമെന്നും അത് കഴിഞ്ഞ് തൻ്റെ സമ്പാദ്യം കൊണ്ട് തൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമെന്നും വലിയൊരു വീട് വെച്ച് തൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചഴിക്കണമെന്നും അത് കഴിഞ്ഞ് നല്ലൊരു വീടൊക്കെ വെച്ച് ഒരു കല്യാണം കഴിച്ച് കുടുംബത്തോടു കൂടി സമാധാനപരമായി ജീവിക്കണം എന്നൊക്കെ ഈ ചെറുപ്പക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഇതിനു വേണ്ടിയാണ് അദ്ദേഹം കമ്മീഷൻ ഏജൻസ് ആയിട്ടുള്ള ഈ ഒഡീഷക്കാരെ കണ്ടെത്തുന്നതും ഇവർക്ക് പണം നൽകി വിദേശത്ത് പോയി ജോലി സമ്പാദിക്കാം എന്നുള്ള സ്വപ്നം കണ്ടതും. ഇതിനുവേണ്ടി അദ്ദേഹം നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്തിരുന്ന 38,000 രൂപ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളം പോലെയല്ല ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം അത്ര മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമല്ല. അവിടെ ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുക എന്ന് പറയുന്നത് നടക്കാത്ത ഒരു സ്വപ്നമാണ്. മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് കിട്ടിയിരുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായതായിരുന്നു. ഇത്തരത്തിൽ ജോലി അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് കമ്മീഷൻ ബാഗിന്റെയും മറ്റു ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ഇദ്ദേഹം എത്തിച്ചേരുന്നത്. വിക്രം ഇവരെ നേരിൽ കണ്ട് വിക്രമിന്റെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് ഇവരോട് നേരിട്ട് പറയുന്നു. എന്നിട്ട് വിക്രം ഇവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഏകദേശം ഒരു 38,000 രൂപ ഈ ജോലി ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല ഒരു ജോലി വിദേശത്ത് തരപ്പെടുത്തി തരികയാണെങ്കിൽ ഈ 38,000 രൂപ അതിനുവേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് അദ്ദേഹം ഫോൺ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഫോൺ അവസാനിപ്പിച്ച അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് തിരികെ പോവുകയും കമ്മീഷൻ ബാഗും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇവിടെ മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുകയും ചെയ്യുമാണ്. സത്യത്തിൽ ഇവർ നടത്തി വന്നിരുന്നത് ഒരു ഫേക്ക് ഏജൻസിയാണ്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ പറ്റിക്കുന്ന ഒരു തട്ടിപ്പ് ഏജൻസി ആയിരുന്നു ഇവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ ഭാഗ്യം കൊണ്ട് തന്നെ കേരള പോലീസിനെയോ അതല്ലെങ്കിൽ മറ്റുള്ള അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇവർ ഇതുവരെ പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു ഏജൻസി നടത്തി വന്നിരുന്ന ഈ ആളുകളിലേക്കാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ എത്തിപ്പെടുന്നത്. ഇവർ പ്ലാൻ ചെയ്തത് ഇപ്രകാരമാണ്. വിക്രമിന്റെ കയ്യിൽ 38,000 രൂപയുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് അയാളെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ വെച്ച് മറ്റാരും അറിയാതെ കൊലപ്പെടുത്തി ആ കാശ് നമുക്ക് കൈക്കലാക്കാം. ഇതിൽ പ്രകാരം ഒരു ദിവസം വിക്രമിനെ വിളിച്ചിട്ട് കമ്മീഷൻ ബാഗ് പറയുകയാണ്, നിങ്ങൾക്ക് ദുബായിൽ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഏകദേശം നമ്മൾ ഈ ജോലിക്ക് വേണ്ടി കൊടുക്കേണ്ടത് 50,000 രൂപയാണ്. അത് വിസ ചാർജും അതേപോലെ നിങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ ചാർജും ഒക്കെയാണ്. മാത്രമല്ല, ഇത് നിങ്ങൾ അവിടെ ചെന്ന് ജോലിയിൽ കയറുകയാണെങ്കിൽ ഏകദേശം 2-3 മാസം കൊണ്ട് നിങ്ങൾക്കിത് തിരികെ കിട്ടുകയും ചെയ്യും. ഇത് കേട്ട വിക്രമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കാരണം ഒരുപാട് നാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് വിദേശത്തേക്ക് പോയി ജോലി ചെയ്ത് തന്റെ കുടുംബം രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിന് സമ്മതിക്കുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ നാട്ടിൽ വരാൻ തീരുമാനിക്കുന്നു. ഇവരുടെ പദ്ധതി പ്രകാരം ജൂൺ 13 വിക്രമിനോട് കേരളത്തിലെ ഷൊർണൂരിലേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ ജൂൺ 13 വിക്രം ഷൊർണൂരിൽ ട്രെയിൻ ഇറങ്ങിയ വിക്രമിനെ ഇവർ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഒരു ഹോട്ടൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ട് വരാം. വിക്രം ഇവരെ കണ്ട സന്തോഷത്തിൽ തനിക്ക് ജോലി ലഭിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷയിലും അദ്ദേഹം ആ ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിച്ചു. ഈ സമയം കൊണ്ട് ഈ കുറ്റവാളികൾ, അതായത് ഈ കമ്മീഷൻ ഭാഗം അദ്ദേഹത്തിന്റെ സുഹൃത്തും നേരെ ഒരു കടയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നും മൂർച്ചയുള്ള ഒരു കത്തിയും അതേപോലെ തന്നെ അവിടെ നിന്നും ചില്ലിന്റെ ഒരു ഒഴിഞ്ഞ കുപ്പിയും സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് നേരെ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ തന്നെ വിക്രമിനെയും കൂട്ടി കമ്മീഷൻ ഭാഗം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും നേരെ ഹോട്ടലിന്റെ പുറത്തിറങ്ങി. എന്നിട്ട് അവിടെ നിന്നും ഒരു ടാക്സി വിളിച്ചു. ഇവർ നേരെ പോയത് ഭാരതപ്പുഴയുടെ അടുത്തേക്കാണ്. ഈ വിക്രം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? കമ്മീഷൻ ഭാഗ് ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, നമുക്ക് ഒരുപാട് സമയമുണ്ട്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് നാളത്തേക്കാണ്, അതുകൊണ്ട് ഇന്ന് നമുക്ക് ഭാരതപ്പുഴയുടെ ഭാഗത്ത് ചെന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്നിട്ട് രാത്രിയോടുകൂടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു റൂം എടുത്തു തരാം. നിങ്ങൾ അവിടെ താമസിച്ച് നാളെ രാവിലെ നിങ്ങളുടെ ഫ്ലൈറ്റ് കയറ്റി വിടാൻ ഞങ്ങളും കൂടി വരുന്നുണ്ട്. ഇത് കേട്ട വിക്രമിന് ഒരുപാട് സന്തോഷമായി. അതിഥിയെ സൽക്കരിക്കുന്നത് പോലെ തൻ്റെ സ്വന്തം നാട്ടുകാർ തന്നെ സൽക്കരിക്കുന്നത് കണ്ട ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ കൃതജ്ഞതയോടെ അദ്ദേഹം പറയുകയാണ്, ഓക്കെ, ശരി, സമ്മതിച്ചു. നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഇവിടെ വരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ നല്ലതാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി ഭാരതപ്പുഴയുടെ തീരത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് വിക്രമിനോട് വീട്ടിലെ ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മീഷൻ ഭാഗം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വിക്രം തന്റെ പെങ്ങളെക്കുറിച്ചും തന്റെ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം ഇവരോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുറച്ചധികം നടന്ന സമയത്ത് ഈ കൂട്ടുകാരൻ മെല്ലെ ഇങ്ങനെ പുറകോട്ടേക്ക് വലിയുന്നുണ്ട്. ഇത് കണ്ട വിക്രം അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഒന്നപ്പുറത്തേക്ക് പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വരാം. എന്നിട്ട് ഇദ്ദേഹം ഇവരുടെ പുറകിൽ നിന്ന് മാറി. ഇദ്ദേഹം കാണാമറയത്തേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. തുടർന്ന് ഇവരിങ്ങനെ കുറച്ച് മുൻപേ നടന്നു പോവുകയാണ്. ഇങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്ത് അധികം ആളുകളില്ലാത്ത ഒരു കുറ്റിക്കാടിന്റെ അടുത്തെത്തിയ സമയത്ത് പെട്ടെന്ന് കമ്മീഷൻ ഭാഗ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. ആ സമയത്ത് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രമിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയായിരുന്നു. ഈ സമയത്ത് പുറകിൽ നിന്നും കമ്മീഷൻ ഭാഗിന്റെ കൂട്ടുകാരൻ ഈ ചെറുപ്പക്കാരനെ ഒരു കുപ്പിയെടുത്ത് തലയ്ക്ക് ശക്തമായി അടിക്കുകയാണ്. അടി കൊണ്ട ഉടനെ വിക്രം തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം തലകറങ്ങി സ്പോട്ടിൽ വീഴുകയാണ്. പിന്നീട് ഈ ചെറുപ്പക്കാരൻ ആ കടയിൽ നിന്ന് മേടിച്ച കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തിന്റെ നെഞ്ചിലും പുറത്തുമൊക്കെ വളരെ ശക്തിയായിട്ട് കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം ചോര വാർന്ന് മരണപ്പെടണം എന്ന് നിർബന്ധമുള്ളതുപോലെയായിരുന്നു ഈ ചെറുപ്പക്കാർ അദ്ദേഹത്തിനോട് പെരുമാറിയത്. പിന്നീട് ഈ ചെറുപ്പക്കാരന്റെ മരണം ഉറപ്പാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ 38,000 രൂപ തട്ടിപ്പറിച്ചുകൊണ്ട് ഇവർ അവിടെ നിന്നും കടന്നു കളയുകയാണ്. എന്നാൽ ഈ സംഭവം നടന്നതിന് ശേഷം, ഈ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷം പോലീസിന് അതിയായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ കുറ്റവാളികളെ കണ്ടെത്താനും ഒഡീഷയിലുള്ള ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ സഹോദരനാണ് എന്ന് പറഞ്ഞ് പോലീസിന്റെ മേലിലുള്ള സമ്മർദ്ദം വളരെയധികം വർദ്ധിച്ചു വന്നു. അതിഥി തൊഴിലാളികൾ പോലീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുറ്റവാളിയെ കണ്ടെത്തണം, ഇദ്ദേഹത്തിന് കുടുംബത്തിന് അർഹമായ പ്രതിഫലം നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാർച്ചും ധർണയൊക്കെ നടത്തിയത്. പിന്നീട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സമയത്ത് CCTV മറ്റും പരിശോധിച്ചുകൊണ്ട് ഈ 2 കുറ്റവാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും ഇവർ ഒളിപ്പിച്ച രീതിയിൽ ആ കത്തിയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആ 38,000 രൂപയും പോലീസ് കണ്ടെത്തുന്നുണ്ട്. പിന്നീട് ശാസ്ത്രീയ തെളിവുകളുടെ സാഹചര്യത്തിൽ 2013 കോടതി ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയാണ്. കേസ് അവസാനിച്ചു എന്നെല്ലാവരും കരുതി. കാരണം കുറ്റവാളികളെ ഓൾറെഡി കണ്ടെത്തിയല്ലോ, അവർക്ക് വേണ്ട ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്നാൽ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം കേരള ഹൈക്കോടതിയിൽ ഈ കേസിനെ ചൊല്ലി ഒരു അപ്പീൽ വരികയാണ്.
ഈ അപ്പീലോടുകൂടി ഈ കേസിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുകയാണ്. കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യപ്പെട്ടു. 2023 പ്രതികൾ കോടതിയിൽ ഈ അപ്പീൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി ഇത് പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ചില ചോദ്യങ്ങൾ ഇവരെ എല്ലാവരെയും ഒരുപോലെ കുഴപ്പിച്ചുകൊണ്ടിരുന്നു. കേസിന്റെ രേഖകൾ വിശദമായി പരിശോധിച്ച കേരള ഹൈക്കോടതിയും അതുപോലെ തന്നെ പ്രതിഭാഗം വക്കീലും ഞെട്ടുന്ന രീതിയിലുള്ള കേസിലെ ചില പ്രധാന വിടവുകൾ ഇവിടെ ഉയർന്നു വരികയാണ്. ചില ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. കൊല്ലപ്പെട്ടത് വിക്രം നായിക് തന്നെയാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് മതിയായ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവർ കണ്ടെത്തിയ ആയുധത്തിലെ രക്തക്കറ ഈ കൊല്ലപ്പെട്ട വിക്രമിന്റേതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഈ പോലീസിന് കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പോലീസ് പണം വാങ്ങിയിരുന്നു എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. മാത്രമല്ല, മരണപ്പെട്ട വിക്രമിന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ പുഴുക്കളും ജീവികളും പിന്നെ അദ്ദേഹത്തിന്റെ മരണസമയം തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം. ഇതോടുകൂടി ഇതിൽ മരണപ്പെട്ടത് വിക്രം നായിക് തന്നെയാണോ എന്ന് കോടതിയിലുള്ള ആളുകൾ പരസ്പരം ചോദിച്ചു തുടങ്ങി. ഒരു കേസ് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷയിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് മതിയായ ആനുകൂല്യം ലഭിക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കി കോടതി വെറുതെ വിടുകയാണ്. ഇവിടെയാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. 2012 ജൂൺ 16 ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ച് കണ്ടെത്തി എന്ന് പറയുന്നത് വിക്രമിന്റെ മൃതദേഹം തന്നെയായിരുന്നു. മരണപ്പെട്ടത് വിക്രം അല്ലെങ്കിൽ പിന്നെ ആരാണ്? ഇനി വിക്രം നായിക് തന്നെയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ യഥാർത്ഥ കൊലയാളികൾ ആരാണ്? ഇനി അതല്ല, കൊല്ലപ്പെട്ടത് വിക്രം നായിക് അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ടത് ആരാണ്? വിക്രം നായിക് കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ശരിക്കുമുള്ള വിക്രം നായിക് ഇപ്പോൾ എവിടെയാണ്? 11 വർഷങ്ങൾക്ക് ശേഷവും ഈ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൊലപാതക കേസ് ഇതുവരെ തെളിയിക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ നിലകൊള്ളുകയാണ്. മതിയായ തെളിവുകളും അന്വേഷണത്തിലെ ഊർജ്ജസ്വലമായ ഇടപെടലുകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് കോൾഡ് കേസായിട്ട് ഇതിനോടകം മാറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ക്രൈം സ്റ്റോറിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നാളെ മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.